ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പാലക്കാട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ റീത്ത് വെച്ച് സമരം നടത്തിയതിലൂടെ പട്ടികജാതിക്കാർ അപമാനിക്കപ്പെട്ടെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി പ്രസിഡന്റ് AN കരിങ്കരപ്പള്ളി. സർക്കാർ മെഡിക്കൽ കോളേജാണെന്ന് പറയപ്പെടുമ്പോഴും SC ഫണ്ട് ഉപയോഗിച്ചാണ് മെഡിക്കൽ കോളേജ് നിർമ്മിച്ചതെന്നും കരിങ്കരപ്പള്ളി പറഞ്ഞു. അപ്പോൾ അത് ഗവൺമെന്റുമായി ഞങ്ങൾ ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ഈ മെഡിക്കൽ കോളേജ് 2012 ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അന്നു മുതൽ ഇന്നും ഞങ്ങൾ പലവിധ സമരങ്ങൾ പാലക്കാട് നടത്തുകയുണ്ടായി. അത് എല്ലാ മാധ്യമങ്ങൾക്കും അറിയാവുന്നതാണ്. എങ്കിൽ തന്നെയും പല മാധ്യമങ്ങളും അതിൽ നിന്ന് ഞങ്ങളെ പ്രത്യക്ഷത്തിൽ അറിയാത്ത രീതിയിലുള്ള സംവിധാനം വെച്ചുകൊണ്ട് അവരെ നിരസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പല മാധ്യമങ്ങളും ഞങ്ങളുടെ സമരങ്ങൾ ആരും കണ്ടിൽ നിന്ന് നടിക്കുകയോ അല്ലെങ്കിൽ ഭാവിക്കുകയോ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങൾ സർക്കാരുമായിട്ട് പലവിധ സമ്മർദ്ദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം പോലും ഞങ്ങൾ അവിടെ ഒരു 3 ദിവസത്തെ കുത്തിയിരിപ്പ് സമരം നടത്തി SC മിനിസ്റ്ററെ കാണുകയും അതുപോലെ CM-നെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവിടെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് വകമാറ്റി ചെലവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രം വരുന്ന ആ ഫണ്ടിൽ നിന്ന് വേണം ഇതൊക്കെ ചെയ്യുവാനായിട്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാരാണ് പാലക്കാടിന് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. മെഡിക്കൽ കോളേജിന് അംബേദ്കറുടെയോ അയ്യങ്കാളിയുടെയോ പേര് നൽകണമെന്ന ആവശ്യവും ഉയർത്തിയിട്ടുണ്ട്. എങ്കിലും പട്ടികജാതിക്കാരുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിന് മുമ്പിൽ റീത്ത് വെച്ചുള്ള സമരം അംഗീകരിക്കുന്നില്ലെന്നും കരിങ്കരപ്പള്ളി പറഞ്ഞു. C. രാമചന്ദ്രൻ, K. ദേവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.